അല്ലാഹുവും മനുഷ്യനും തമ്മിലുള്ള ഇടപാട്. അതാണ് യഥാർത്ഥത്തിൽ ഉഖ്റവിയായ ജീവിതം ചിന്തിക്കുന്നവന്റെ ജീവിതം. അതിനാണ് മഹാന്മാരെല്ലാം സ്ഥാനം കൽപ്പിക്കുന്നത്. ഞാൻ ഒരു ചെറിയ സംഭവം മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ പ്രസംഗം നിർത്തുന്നു. മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി ഇമാം യാഫഈ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു സംഭവം. മക്കയിൽ വലിയ ജലക്ഷാമമുണ്ട്. മഴ തീരെയില്ല. ആളുകളെല്ലാം മസ്ജിദുൽ ഹറാമിൽ മഴ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ എല്ലാ ചെറുതും വലുതും ഒരുമിച്ച് കൂടിയ സമയം അവിടെ ബാബു ബനി സൈബ എന്ന് പറയുന്ന പ്രത്യേക ഗേറ്റും മസ്ജിദുൽ ഹറാമിന്റെ ഗേറ്റ്, അതിന്റെ ഭാഗത്ത് ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്. അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു കറുത്ത ഒരു അടിമ അദ്ദേഹം ഇങ്ങോട്ട് വന്ന് ആകെ എന്തോ ഒരു ചെറിയ ഒരു തുണി ഉടുത്തിട്ടുണ്ട്, ഒരു തുണി ചുമലിലിട്ടിട്ടുണ്ട്. അയാൾ വന്നിട്ട് ഒരൊറ്റ ദുആ, എന്റെ കുറച്ചപ്പുറത്ത് ആരും കാണാതെ നിന്നിട്ടാണ് അയാൾ ദുആ ചെയ്യുന്നത്. ഇലാഹി, എന്റെ ആരാധ്യനായ അല്ലാഹ്, അഖ്ലഖത്തിൽ വുജൂഹ കസറത്തു ദുനൂബ്, പാപങ്ങൾ വർദ്ധിച്ചതിനാൽ മുഖങ്ങളെല്ലാം വിരണ്ടുപോയി, അല്ലെങ്കിൽ ദ്രവിച്ചുപോയി, അല്ലെങ്കിൽ മുഖങ്ങളെല്ലാം വിഷമത്തിലായി. വമസാവിൽ അഅ്മാൽ, തെറ്റായ പ്രവർത്തനങ്ങൾ കാരണത്താൽ എല്ലാവരുടെ മുഖവും വിഷമത്തിലാണ്. ഖദ് മനഅതനാ ഗൈസസ് സമാ, ആകാശത്തിലുള്ള മഴ നീ ഞങ്ങൾക്ക് തടഞ്ഞു വെച്ച്. ലിതുഅദ്ദിബൽ ഖലീൽ കതബിദാലിക്, അതിലൂടെ സൃഷ്ടികളെ അദബ് പഠിപ്പിക്കാനാണ് നീ ചെയ്തിട്ടുള്ളത്. ലോകത്തുണ്ടാകുന്ന വരൾച്ച എന്ന ദുരന്തം, ഇതേപോലെ പ്രളയത്തിന്റെ ദുരന്തം, ഉരുൾപൊട്ടലുകൾ എല്ലാം തെറ്റുകൾ ചെയ്യുന്ന ജനങ്ങളെ അദബ് പഠിപ്പിക്കാനുള്ള വിഷയങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ അതിൽ കുടുങ്ങിപ്പോകുന്ന ആളുകളൊക്കെ മോശക്കാരാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. അത് അല്ലാഹുവിന്റെ നിയമത്തിന്റെ മുമ്പിൽ എല്ലാവരും തുല്യമാണ്. അതുകൊണ്ടാണ് വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമു മിൻകും ഖാസ്സ, തെറ്റ് ചെയ്തവരെ മാത്രമല്ല അല്ലാഹുവിങ്കൽ ഒരു പരീക്ഷണം വരുമ്പോൾ അത് ബാധിക്കുന്നത് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ എല്ലാവരും അവിശ്വസിച്ചു നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവർ പുച്ഛിച്ചു തള്ളി. 950 കൊല്ലത്തോളം സത്യത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ അവർ വില വെച്ചില്ല. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവർക്കെതിരെ ദുആ നടത്തി. അപ്പൊ അവർക്ക് വലിയ ശിക്ഷ കൊടുത്തുകൊണ്ട് ലോകത്തിന് മുഴുവനും പാഠം നൽകാനാണ് അല്ലാഹു തആല തൂഫാൻ എന്ന് പറയുന്ന വലിയ പ്രളയം കൊണ്ടുവന്നു. ആ പ്രളയത്തിൽ കപ്പലിൽ കയറിയ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും ജനങ്ങളും കപ്പലിൽ നിന്നുകൊണ്ട് തന്നെ കഅബ തവാഫ് ചെയ്തു. കഅബയുടെ ചുറ്റുഭാഗം കപ്പലിലായി അവർ തവാഫ് ചെയ്തു. പക്ഷേ ആ പ്രളയത്തിൽ കഅബ ശരീഫും പൊളിഞ്ഞു വീണുപോയി. അപ്പോൾ നിങ്ങൾ നോക്കൂ, അല്ലാഹുവിന്റെ ഭവനമായ കഅബ, അതിനും പ്രളയം ബാധിച്ചു. അതുകൊണ്ട് കഅബ മോശമാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. അല്ലാഹുവിന്റെ പ്രകൃതിപരമായ നിയമങ്ങളും പ്രവർത്തനങ്ങളും വരുമ്പോൾ അത് എല്ലാറ്റിലും നല്ലതിനും ചീത്തക്കും ഒക്കെ ബാധിക്കും. അങ്ങനെയാണ് അല്ലാഹുവിന്റെ നിയമം. ഈ മഹാൻ അദ്ദേഹത്തിനും വെള്ളം കിട്ടിയിട്ടില്ല, അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു അൻഹു വെള്ളം കിട്ടിയിട്ടില്ല. ഒരുപാട് ഔലിയാക്കൾ മഹാന്മാരുണ്ട്, അവർക്കൊന്നും കിട്ടിയിട്ടില്ല. എല്ലാവരും ദുആ എടുക്കാൻ വരിക. ഒരു പാവപ്പെട്ട കറുത്ത ഒരു അടിമ ആരും കാണാതെ അങ്ങൊരു മൂലയിൽ വെച്ചുള്ള ദുആ നടത്തുകയാണ്. فاسألك يا حليما ذا أنات لا من لا يعرف عباده منه إلا الجميل. വളരെയേറെ ആളുകൾ എന്ത് തെറ്റ് ചെയ്താലും അവിടെ എല്ലാം നടപടി സ്വീകരിക്കാതെ വീണ്ടും വീണ്ടും നന്നാകാൻ അവസരം കൊടുക്കുന്ന ഹലീമായ അല്ലാഹ്, നിന്നിൽ നിന്ന് നിന്നെ സംബന്ധിച്ച് പറയുമ്പോൾ നിന്റെ അടിമകൾ നല്ലതല്ലാതെ അഴകായതല്ലാതെ ഭംഗിയുള്ളതായ അല്ലാതെ അറിഞ്ഞിട്ടില്ല.
ഇപ്പോഴവർക്ക് നീ വെള്ളം കൊടുക്കണം അല്ലാ, ഇപ്പൊ വെള്ളം കൊടുക്കണം അല്ലാ, ഇപ്പോൾ വെള്ളം കൊടുക്കണം അല്ലാ എന്നൊരൊറ്റ ദുആ. ഉടനെ കാർമേഘം വന്നുപോയി, നല്ല മഴ. അദ്ദേഹം അവിടെ ഇങ്ങനെ തസ്ബീഹ് ചൊല്ലാണ് അടിമ. ഞാൻ കരഞ്ഞുപോയി. അബ്ദുല്ലാഹ് മുബാറക് റളിയല്ലാഹു പറയാണ്, അദ്ദേഹം എഴുന്നേറ്റ് പോയപ്പോ പിന്നാലെ ഞാനും പോയി. അദ്ദേഹം എവിടെയാണ് താമസിക്കുന്നത് എന്ന് മനസ്സിലാക്കി. ഞാനത് കഴിഞ്ഞ് ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു എന്ന വലിയ മഹാനായ ആ സൂഫി വര്യന്മാരുടെ നേതാവിന്റെ സമീപത്ത് പോയി. അദ്ദേഹത്തോട് ഞാൻ വിഷയമൊക്കെ പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, എന്നെ നിങ്ങൾ അദ്ദേഹത്തിന്റെ സമീപത്ത് കൊണ്ടുപോകണം. ഒരു വലിയ മഹാൻ വേറൊരു മഹാനുണ്ടെന്ന് കേൾക്കുമ്പോ അവർക്ക് അത്ര വലിയ മഹാനൊന്നും ഞാനുള്ള സ്ഥലത്ത് ഉണ്ടാകാൻ പാടില്ല എന്ന, ഈ കാട്ടിൽ വേറൊരു രാജാവോ എന്ന ചിന്ത മഹാന്മാർക്ക് ഉണ്ടാവില്ല. അവരൊരു മഹാനെ കേട്ടാൽ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ സ്വഭാവം കണ്ടില്ലേ, ഖദർ അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് പോകാൻ വേണ്ടി സന്നദ്ധത പ്രകടിപ്പിച്ച് പോകാനല്ലേ ഒരുങ്ങി. മഹാന്മാരങ്ങനെയാണ്. അവർക്ക് ആരോടും അസൂയ ഉണ്ടാവില്ല, ഈഗോ പ്രശ്നം ഉണ്ടാവില്ല, വൈരാഗ്യം ഉണ്ടാവില്ല, വിദ്വേഷം ഉണ്ടാവില്ല, അഹങ്കാരം ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു സമയം വളരെ വൈകിപ്പോയില്ലേ. ഏതായാലും രാവിലെ നേരം വെളുത്ത് സുബിയാന്റെ ഞാനൊന്ന് നോക്കട്ടെ. അങ്ങനെ ഞാൻ രാവിലെ പോയി ചെന്നപ്പോ അദ്ദേഹം താമസിക്കുന്നതിന്റെ സമീപത്ത് ഒരു പ്രായമുള്ള ആള് ഒരു നല്ല വിരിപ്പൊക്കെ വിരിച്ച്, അയാളാണ് മുതലാളി, ഈ അടിമയുടെ മുതലാളി. അദ്ദേഹത്തിനെ കണ്ടപ്പോ മനസ്സിലായി. അദ്ദേഹം എനിക്ക് വലിയ സ്വാഗതം പറഞ്ഞുകൊണ്ട് എന്നെ ഇരുത്തി. എന്നെ അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം ചോദിച്ചു, എന്താ വന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കൊരു കറുത്ത ഒരു അടിമ വേണം. ഓ, ധാരാളം അടിമകളുണ്ടല്ലോ. അങ്ങനെ അദ്ദേഹം വിളിച്ചപ്പോ നല്ല ആരോഗ്യമുള്ള ഏത് പണിക്കും പറ്റുന്ന അടിമ ഒരാൾ വന്നാൽ എന്നോടൊരു നല്ല പണിയെടുക്കുന്ന അടിമ. ഞാൻ പറഞ്ഞു, അയാളെ പിന്നെ ഇങ്ങനെ ഓരോരുത്തരും, ഞാൻ ഇയാളൊന്നും എനിക്ക് വേണ്ട, ഒറ്റ എനിക്ക് വേണ്ട. ഓരോരുത്തരും തീർന്ന് അവസാനം ഞാൻ നന്നായിട്ടൊന്ന് നോക്കി. ഞാൻ ഇന്നലെ കണ്ട ആളെ തന്നെയാണ്. അപ്പൊ എന്നോട് ചോദിച്ചു, ഇതാണോ? ആ, ഇയാളെ എനിക്കാണ്. അപ്പൊ പറഞ്ഞു, അദ്ദേഹത്തെ തരൂല. അദ്ദേഹം എനിക്ക് വലിയ ഇഷ്ടമുള്ള അടിമയാണ്. കാരണം എനിക്കൊരു ഭാരവും ഇല്ല അയാൾ കൊണ്ട്. അയാൾ പണിയെടുത്തിട്ട് ചെറിയ തുക ഉണ്ടാക്കും. ഉണ്ടാക്കിയത് കൊണ്ട് അദ്ദേഹം അയാൾ എന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കും. അഥവാ ഇല്ലെങ്കിൽ പട്ടിണി എടുക്കും. എനിക്കൊരു ഭാരവും ഇല്ലാത്ത ഒരാളാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് മറ്റുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ട്, രാത്രിയിൽ ഒരുപാട് സമയം ഉറക്കൊഴിച്ച് നിസ്കരിക്കും. അങ്ങനെയുള്ള ഒരു അടിമയാണ്. അയാളെ ഇഷ്ടപ്പെടുന്ന അടിമയാണ്. അയാൾ തരൂല. മൂപ്പര് പറഞ്ഞു, സുഫിയാൻ ഞാൻ വെറും കയ്യോടെ മടങ്ങാൻ തന്നെ ഒരു വിഷമല്ലേ. അങ്ങനെ പറഞ്ഞപ്പോ നിങ്ങൾ ഇത്രയും നടന്നു വന്ന സ്ഥിതിക്ക് നിങ്ങൾ ആദരിച്ച് ഞാൻ നിങ്ങൾക്ക് തരാൻ ഇഷ്ടമുള്ളത് കൊടുത്തോളൂ. ഞാനങ്ങനെ അദ്ദേഹത്തെ അടിമയെ വാങ്ങി ഞാൻ അങ്ങനെ പോകുകയാണ്. ഏകദേശം 1 മണിക്കൂറോളം ഞങ്ങൾ നടന്നു. അങ്ങനെ നടന്നപ്പോ അദ്ദേഹം എന്നെ വിളിച്ചു, യാ മൗലായ, എന്റെ യജമാനനെ എന്ന് വിളിച്ചു. ഞാൻ ഉടനെ ലബ്ബൈക് എന്ന് വളരെ ആദരവോടെ ഉത്തരം നൽകി. അദ്ദേഹം എന്നോട്, നിങ്ങളെ ലബ്ബൈക്ക് എന്നോട് പറയരുത്, അത് യജമാനോട് അടിമ അങ്ങോട്ട് പറയേണ്ടതാണ്. നിങ്ങൾ ലബ്ബൈക്കാന്ന് എങ്ങനെ ഉത്തരം ചെയ്യരുത്, അത് വലിയ ആദരവോടെ പറയേണ്ട വാക്കാണ് ഉത്തരം ചെയ്യുമ്പോൾ. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആവശ്യം എന്താണ്? അദ്ദേഹം പറഞ്ഞു, എനിക്ക് തീരെ ആരോഗ്യമൊന്നുമില്ല, പണിയെടുക്കാനൊന്നും ആവില്ല, നിങ്ങൾ എന്നെ പൈസ കൊടുത്ത് വാങ്ങിക്കൊണ്ടുപോകല്ലേ, നിങ്ങൾക്ക് വേറെ ആളെ കിട്ടൂലേ, നല്ല ആരോഗ്യമുള്ള ആളുകളെ. അതുകൊണ്ട് എന്നെ നിങ്ങൾ ഒഴിവാക്കി തരണോ? ഞാൻ പറഞ്ഞു, നിങ്ങളെ കൊണ്ട് ഒരു പണിയും ഞാൻ എടുപ്പിക്കൂല. ഞാൻ നിങ്ങൾക്ക് നല്ലൊരു വീടുണ്ടാക്കി തരും, നല്ലൊരു കല്യാണം കഴിപ്പിച്ചു തരും, ഞാൻ നിങ്ങൾക്ക് അങ്ങോട്ട് പണിയെടുത്തു തരും. അബ്ദുല്ലാഹി മുബാറക്. അപ്പൊ അദ്ദേഹം കുറെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്തിനാ കരയുന്ന? എന്തിനാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നു ഞാനും അല്ലാഹുമായുള്ള ബന്ധം നിങ്ങൾക്ക് എന്തോ ഒന്ന് മനസ്സിലായി എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ആ ആരോഗ്യമുള്ള അടിമകളിൽ എന്നെ തിരഞ്ഞെടുക്കണോ? അപ്പൊ എന്നോട് ചോദിച്ചു, എന്താണ് നിങ്ങളൊന്ന് എന്നോട് തുറന്ന് അല്ലാഹുവിനെ മുന്നിട്ട് പറയണം, കാര്യം പറയണം. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇന്നലെ ദുആ ചെയ്തിട്ട് ഉത്തരം കിട്ടിയത് എന്റെ അനുഭവമാണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊരു നല്ല മനുഷ്യനാണെന്ന് എനിക്ക് തോന്നുന്നു. നല്ല മനുഷ്യന്മാർക്കാണ് അല്ലാഹു തആല വേറെ നല്ല മനുഷ്യന്മാരെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. അതുകൊണ്ട് നിങ്ങളൊരു നല്ല മനുഷ്യനാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, കുറച്ച് സമയം എനിക്ക് സമയം തരുമോ? അതെന്തിനാ? എനിക്ക് കുറച്ച് നിസ്കാരം ബാക്കിയുണ്ട് ഇന്നലെ, അതൊന്ന് നിസ്കരിക്കാനാ, സുന്നത്ത് നിസ്കാരം.
അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹുവിന്റെ വീട് ഇവിടെ സമീപത്താ. അദ്ദേഹം പറഞ്ഞു അല്ല, എനിക്ക് നീട്ടിവെക്കാൻ പറ്റൂല, എനിക്ക് ഇപ്പൊ നിസ്കരിക്കാൻ അല്ലാഹു തോന്നിപ്പിക്കുന്നതുകൊണ്ട് നീ നിസ്കരിക്കാൻ സമയം തരണം. ഞാൻ സമയം കൊടുത്തു. അദ്ദേഹം അടുത്ത ഒരു പള്ളിയിൽ കയറി നിസ്കാരം തുടങ്ങി. കുറെ നിസ്കരിച്ച് കഴിഞ്ഞു. അദ്ദേഹം നിസ്കരിക്കാൻ ഉദ്ദേശിച്ചൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം തിരിഞ്ഞ് എന്നിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നെ കൊണ്ട്? ഞാൻ ചോദിച്ചു എന്തിനാ? ഞാൻ പോവാൻ ഉദ്ദേശിക്കുകയാണ്. ഞാൻ ചോദിച്ചു എങ്ങോട്ട്? അയാൾ പറഞ്ഞു ഇല്ല, ഞാൻ ആഖിറത്തിലേക്ക് പോകാൻ ഉദ്ദേശിക്കുകയാണ്. ഞാൻ പറഞ്ഞു അങ്ങനെ പറയല്ലേ, എനിക്ക് നിങ്ങളെ കൂടെ കുറച്ച് സന്തോഷത്തോടെ ജീവിക്കണമെന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി ഇന്നമാ കാനത്ത് തത്വീബുൽ ഹയാത്തു ഹൈതു കത്തു ബൈനി വ ബൈന. അല്ലാഹുവിന്റെയും എന്റെയും ഇടയിൽ നല്ല നിലക്ക് ഇടപാട് നടക്കുമ്പോ, അഥവാ എന്റെ ജീവിതം സംശുദ്ധമാകുമ്പോ, എന്റെ ഉള്ളുകള്ളി ആരും അറിയാതെ അല്ലാഹുവിന്റെ തൃപ്തിയിൽ ഞാൻ ജീവിക്കുമ്പോ, അവന്റെ തൃപ്തി എനിക്ക് കിട്ടുമ്പോ, അവനാവശ്യം അങ്ങോട്ട് ചെയ്യുമ്പോ, അവനോട് ഞാൻ ആവശ്യപ്പെടുന്നത് അവൻ ഇങ്ങോട്ട് തരുമ്പോ, അങ്ങനെ ഞാനും അവനുമായുള്ള ബന്ധം വളരെ നല്ല നിലക്ക് പോകുമ്പോഴാണ് ജീവിതത്തിന്റെ സൗഖ്യവും സന്തോഷവും. കള്ളി നിങ്ങൾ അറിഞ്ഞുപോയി, ഇനിയിപ്പോ ധാരാളം ആളുകൾ അറിയാൻ തുടങ്ങും. ജനങ്ങൾക്കിടയിൽ ഞാൻ റബ്ബുമായി ബന്ധമുള്ള ആളാണെന്ന് അറിഞ്ഞുകൊണ്ട് എനിക്കങ്ങനെ ഒരു ജീവിതം ആവശ്യമില്ല. ഞാനും റബ്ബുമായി മാത്രം, മറ്റുള്ളവരെ മുമ്പിൽ ഞാനൊരു നല്ല മഹാനാണെന്ന അറിവോടെ എനിക്കൊരു ജീവിതം ആവശ്യമില്ല. തിരിഞ്ഞു നിന്ന് അദ്ദേഹം ഒരൊറ്റ ദുആ, ഇലാഹി ഖബ്ലിനി ഇപ്പോൾ തന്നെ എന്നെ നീ അങ്ങ് പിടിച്ചെടുക്കണം അല്ലാഹ്. ഞാൻ ചെന്ന് നോക്കുമ്പോൾ അദ്ദേഹം വഫാത്തായി പോയിരിക്കുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ സമീപത്ത് നിന്ന് എന്റെ ദുഃഖം നോക്കണ്ട. അന്ന് മുതൽ എന്റെ ദൃഷ്ടിയിൽ ഭൗതികമായ ലോകത്തുള്ള ആഡംബരങ്ങൾക്കോ, ഭൗതികമായ ലോകത്തുള്ള സുഖാനുഭൂതികൾക്കോ, ഭൗതികമായ സ്ഥാനമാനങ്ങൾക്കോ എന്റെ മനസ്സിൽ പിന്നെ ചിന്തയില്ല. ജീവിതം അല്ലാഹുവുമായി ബന്ധപ്പെട്ടതാവും. അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നതിൽ സന്തോഷമുള്ളവരാവും. അപ്പോൾ അല്ലാഹു ഇങ്ങോട്ടും കണ്ടുമുട്ടാൻ സന്തോഷമുള്ളവനാണ്. അവർക്കാണ് അല്ലാഹുവിന്റെ തൃപ്തി കൊണ്ടും അവൻ നൽകുന്ന ആദരവ് കൊണ്ടും സന്തോഷ വാർത്ത അറിയിക്കപ്പെടുമെന്ന് ഇമാം ബുഖാരി റിപ്പോർട്ടിന്റെ ഹദീസിൽ പറഞ്ഞു. മൻ അഹബ്ബ ലിഖാ അല്ലാഹി അഹബ്ബ അല്ലാഹു ലിഖാ. അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ ഇഷ്ടപ്പെട്ടവർ അതിനെന്ത് വേണം? മൻ കാന യർജു ലിഖാ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹാ. അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ ഉദ്ദേശിച്ചവർ സുബ്ഹി നിസ്കരിക്കാതെ സുബ്ഹി ഖളാഹി കിടന്നുറങ്ങരുത്. അവർക്ക് സുന്നത്ത് നിസ്കരിക്കാൻ എന്നെ പോലെ മടിയുണ്ടാകരുത്. ഖുർആൻ ഓതുന്നതിന് മടി തോന്നരുത്. ദിക്റിനും സലാത്തിനും ഒന്നും മടി തോന്നരുത്. സൽക്കർമ്മങ്ങൾക്ക് നല്ല ഉത്സാഹം വേണം. അല്ലാഹു തന്ന സമ്പത്ത് നല്ല കാര്യത്തിന് വേണ്ടി ധാരാളം ചെലവഴിക്കണം. അതുപോലെ നാവ് കൊണ്ട് ഗീബത്തും നമീമത്തും ഫിത്നയും ഫസാദും ചീത്തയും തെറിവിളിയും വെല്ലുവിളിയും ഒന്നുമില്ലാതെ നല്ലത് മാത്രം സംസാരിച്ച് സർവ്വജനങ്ങളോട് നല്ല സംസാരം സംസാരിച്ച് നല്ല സ്വഭാവത്തോടുകൂടി അല്ലാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി ജീവിക്കണം. അതാണ് അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ ഉദ്ദേശിക്കുന്നവർ ചെയ്യേണ്ടത്. അർഹമുർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും നമ്മെ സ്നേഹിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ.